അതിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോ ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോ നമ്മളിങ്ങനെ മീൻ വാങ്ങാൻ വേണ്ടിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പൊ ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് മീൻ. അപ്പോ ഇവിടെ കടൽ മീനൊന്നും കിട്ടൂല, പുഴ മീനാണ് ഇട്ടത്. അപ്പൊ കുറച്ച് അങ്ങോട്ടേക്ക് നടക്കാനുണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പോവാല്ലേ. അപ്പൊ മാസ്ക് എല്ലാം നിർബന്ധമാണ്. അപ്പൊ എന്താ വേറെന്താ വിശേഷമല്ല? എന്റെ യൂട്യൂബ് ചാനലെല്ലാം എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടായിരിക്കും അല്ലേ? അപ്പൊ നമുക്ക് പോവാല്ലേ അങ്ങോട്ടേക്ക്. വാ. അപ്പൊ ഇവിടെ പുഴമീൻ മാത്രമേ കിട്ടുള്ളൂ. തിലാപ്പിയാണ് നമ്മ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് കട്ട് ചെയ്തിട്ട് ക്ലീൻ ആക്കിയിട്ട് നമ്മ വാങ്ങി. അപ്പൊ നമ്മള് മീൻ വാങ്ങി കഴിഞ്ഞു. പിന്നെ ഇവിടെ തന്നെയാണ്, ഫ്ലാറ്റിന്റെ അവിടെ തന്നെയാണ് മീനിന്റെ കട. അപ്പൊ നമ്മ വാങ്ങിയിട്ടുണ്ട്. പോവാല്ലേ ഇനി ഫ്ലാറ്റിലേക്ക് തിരിച്ചിട്ട്. അപ്പൊ നമ്മള് ഫ്ലാറ്റിന്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. നമ്മള് വിങ്ങാണ്. അപ്പൊ വിങ്ങിലെത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ മീനെല്ലാം വാങ്ങിയിട്ട് വീടിന്റെ ഉള്ളിൽ ഇപ്പൊ എത്തിയിട്ടുണ്ട്. അപ്പൊ എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുളിച്ചു, വിളക്ക് കത്തിച്ചു, ഏട്ടനും കുളിച്ചു, എല്ലാരും റെഡി ആയിട്ടുണ്ട് ഇപ്പൊ. അപ്പൊ നമുക്ക് മസാല എല്ലാം റെഡിയാക്കി മീൻ പൊരിക്കാം അല്ലേ? അപ്പൊ ഗൈസ്, ഞാൻ പറഞ്ഞ തിലാപ്പിയ മീൻ ഇതാണ്. കണ്ടാലൊരു കരിമീന്റെ ലുക്ക് ഉണ്ടാവും അല്ലേ? പക്ഷെ ഇത് നാട്ടിലും കിട്ടും. പക്ഷെ ഇവിടെ ഇതിനെ തിലാപ്പിയ എന്നാണ് പറയല്. നല്ല ടേസ്റ്റ് ആണ്. അപ്പോ ഇപ്പൊ ഞാൻ ഇതിലേക്ക് മഞ്ഞപ്പൊടി, ഉപ്പിട്ട് നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മസാല എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അല്ലേ? 2 മീനുള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് മസാല മതി. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ജീരകമുണ്ട്, വെളുത്തുള്ളി ഉണ്ട്, ഇഞ്ചി ഉണ്ട്, 2 പച്ചപ്പരങ്കി ഉണ്ട്, കറിവേപ്പിലയുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി മിക്സിയിൽ അരച്ചെടുക്കാം അല്ലേ? നമുക്ക് വെള്ളത്തിന് പകരം കുറച്ച് എണ്ണ ഒഴിക്കാം ആദ്യം. അപ്പോ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലെല്ലാം നല്ല രീതിയിൽ മുതിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. നമുക്ക് അടുത്ത മസാല ഇനി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അല്ലേ? 2 ടീസ്പൂൺ പറങ്കിപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് നമുക്ക്
ഇനി ഇപ്പുറത്തെ ഭാഗവും കുറച്ച് വേവിക്കാൻ വെക്കാം അല്ലേ? അപ്പോ മീൻ പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം അല്ലേ? നല്ല പോലെ വെന്തിട്ടുണ്ട്. മസാലയെല്ലാം നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല രസമുണ്ടല്ലേ ഇത് കാണാൻ വേണ്ടിട്ടല്ലേ? ഇനി നമുക്ക് ഒനിയൻ വെച്ച് ഇത് ഗാർണിഷ് ചെയ്യാം. അപ്പോ നമ്മൾക്ക് ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് കാണാൻ വേണ്ടിട്ട് അടിപൊളിയല്ലേ? അപ്പൊ നിങ്ങളും ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമുക്കിത് ടേസ്റ്റ് ചെയ്യാം. ഇന്നൊരു പീസ് എടുത്തിട്ടുണ്ട്. നല്ല ചൂടുണ്ടാവും.